ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പുനരാഗമനം, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുനരാഗമനത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം, വീണ്ടും വരവ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച്, അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നാം വിവിധ ഘട്ടങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ചിന്തിച്ച വേദഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കൈപ്പേറിയ ഒറ്റപ്പെടുന്ന അവസരങ്ങളിലും യേശുക്രിസ്തുവിന് നമ്മോട് കരുണ കാണിപ്പാനും നമ്മെ സഹായിപ്പാനും കഴിയും എന്ന് നാം കണ്ടു കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൻ്റെ ഉദ്ദേശം തന്നെ കരുണ ലഭിക്കാതിരുന്ന ലോകത്തിൽ മനുഷ്യരൊക്കെ ചിന്നിയവരും ചിതറിയവരും തകർന്നവരുമായിരിക്കുമ്പോൾ അവരോട് അവരുടെ ബലഹീനതകളിൽ ഇറങ്ങി വന്ന് സഹതാപം കാണിക്കുന്ന മനുഷ്യപുത്രൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങളെ, സംഭവങ്ങളെ പുതിയ നിയമം, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനായി അവതരിച്ചു എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൻ്റെ ഉദ്ദേശം പാപിയായ മനുഷ്യന് ഒരിക്കലും സ്വയമായി രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. സ്വയമായ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് മനുഷ്യന് തൻ്റെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുവാൻ കഴിയുകയില്ല. രക്ഷപ്പെടുവാൻ കഴിയാതിരിക്കുന്ന ആ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു ജഡാവതാരത്തിൽ ഈ ലോകത്തേക്ക് വരുവാൻ ഇടയായി എന്ന് ബൈബിൾ പറയുന്നു. മനുഷ്യൻ ഒരിക്കലും തൻ്റെ സ്വയപ്രയത്നം കൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. മനുഷ്യൻ എന്തൊക്കെ സ്വയപ്രയത്നങ്ങൾ നടത്തിയാലും മനുഷ്യന് പാപത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം, അതിൻ്റെ ഉറപ്പ് മനുഷ്യൻ്റെ അന്തരാത്മാവിൽ അവന് ലഭിക്കുകയില്ല. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു മതത്തിനും കഴിയുകയില്ല, ഒരു പുരോഹിതനും ഒരു കർമ്മമാർഗത്തിനും കഴിയുകയില്ല എന്ന് നമുക്കറിയാം. മതങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാപത്തിൻ്റെ നിലനിൽപ്പിലാണ്. മതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത് തന്നെ. മതങ്ങൾ മനുഷ്യനോട് പറയുകയാണ്, നീ പാപിയാണ്, നീ പാപിയാണ്, നീ പാപിയാണ്. ഈ ബോധ്യമാണ് മനുഷ്യന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മതം പറയുകയാണ്, ഞാൻ പരിഹാരം വരുത്താം, ഞാൻ പരിഹാരം വരുത്താം. പക്ഷേ ഈ പരിഹാരം താൽക്കാലികം മാത്രമാണ്. സ്ഥിരമായ, നിലനിൽക്കുന്ന, എന്നേക്കുമുള്ള ഒരു പരിഹാരം ചെയ്യുവാൻ മതങ്ങൾക്കോ ഈ പറയപ്പെടുന്ന ക്കോ മനുഷ്യൻ ചെയ്യുന്ന കർമ്മമാർഗങ്ങൾക്കോ കഴിയുകയില്ല. ഒരുപക്ഷെങ്കിൽ ഒരു വ്യാജഭാവത്തോടെയാണ് ഈ പരിഹാരമെന്ന് പറയുന്ന താൽക്കാലിക പരിഹാരം വരുത്തുവാൻ മതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ വീണുപോയ ഒരു മനുഷ്യന് നീന്തൽ അറിയുകയില്ല, അവൻ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഈ കരയ്ക്ക് നിൽക്കുന്ന ആളുകൾ പറയുകയാണ്, നീ ആ വലങ്കൈ ഒന്ന് നൂർത്തിട്ട് ആ ഇടങ്കൈ ഒന്ന് വീശി ഇങ്ങനെ ഒന്ന് കറക്കിക്കേ, കാലുകളൊന്ന് അടിച്ച് തലയൊന്ന് ഉയർത്തിപ്പിടിച്ച്, എന്നിട്ട് പറയുകയാണ് കര ലക്ഷ്യമാക്കി നീന്തി വരിക. അവന് നീന്തൽ അറിയില്ല. വെള്ളത്തിൽ താഴുന്ന മനുഷ്യൻ എവിടെയാണ് കാലുകൾ ചലിപ്പിക്കുവാൻ കഴിയുന്നത്, കരങ്ങൾ ചലിപ്പിക്കുവാൻ കഴിയുന്നത്? അവൻ പ്രാണവെപ്രാളം എടുക്കുകയാണ്. അവൻ്റെ പ്രാണൻ അപകടത്തിലാണ്. അപ്പോൾ കരയ്ക്ക് നിൽക്കുന്ന ആളുകൾ പറയാണ്, നീ അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോ. നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നാൽ ഒരിക്കൽ പോലും
ആ നിൽക്കുന്ന മനുഷ്യരിൽ ഒരാൾ പോലും അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവന് കൈ കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് തന്നെയാണ് മതങ്ങൾ പറയുന്നത്, പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ പറയുന്നത്. ഇൻസ്ട്രക്ഷൻ തരികയാണ്, അങ്ങനെ ഇങ്ങനെ ചെയ്യുക എന്ന്. എന്നാൽ ക്രിസ്തുവിൻ്റെ ജഡാവതാരമെന്ന് പറയുന്നത് പാപത്തിൻ്റെ വെള്ളത്തിലകപ്പെട്ട് മുങ്ങിത്താഴുന്ന മനുഷ്യനെ ഇൻസ്ട്രക്ഷൻ അല്ല യേശു കൊടുക്കുന്നത്. അവൻ്റെ അടുക്കിലേക്ക് യേശു ചാടി വരികയാണ് ചെയ്യുന്നത്. സ്വർഗമഹിമകളെ വെടിഞ്ഞ് തൻ്റെ മഹത്വമുള്ള പദവികൾ മാറ്റിവെച്ച് ഈ താണലോകത്തിലേക്ക് യേശു അങ്ങനെ തന്നെ വേണം ആ പദത്തെ നാം കാണുവാൻ. ഒരു പാട്ട് ഇങ്ങനെ ഉണ്ട്: പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചത് ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചത് ചെറിയ സംഗതിയോ. ദൈവ കരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം. മനുഷ്യൻ്റെ സഹതാപകരമായ സാഹചര്യം കണ്ടിട്ട് സഹായിക്കുവാൻ ഒരു മതത്തിനും കഴിയാതിരുന്നപ്പോൾ, ഒരു മതത്തിനും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പാപമെന്ന വിഷയത്തിൻ്റെ അകത്ത് ഒരു മറുപടി കൊടുക്കുവാൻ, അവനെ പാപത്തിൻ്റെ കുഴിയിൽ നിന്നോ പാപത്തിൻ്റെ വെള്ളത്തിൽ നിന്നോ അവനെ കരയേറ്റുവാൻ കഴിയാതെ കർമ്മമാർഗങ്ങളും പുണ്യപ്രവൃത്തിയുടെ വഴികളും അവന് കരയ്ക്കിരുന്നു കൊണ്ട് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്സഹായനായ മനുഷ്യൻ്റെ നിസ്സഹായത കണ്ടിട്ട് ദൈവം തൻ്റെ മഹത്വം മാറ്റിവെച്ചു. അതാണ് പരമസമ്പന്നൻ ഈ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി പിറന്നു. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചു. ഈ ലോകത്തിലേക്ക് യേശു ഇറങ്ങി വന്നു. മതത്തിന് ചെയ്യാത്തത് ചെയ്യുവാൻ, മതത്തിന് കഴിയാതിരുന്നതിനെ സാധ്യമാക്കാൻ ദൈവം ഇറങ്ങി വന്ന് പാപത്തിൻ്റെ കുഴിയിൽ നിന്നും അവൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി, അവൻ്റെ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അറിഞ്ഞ് അവനെ തകർച്ചയുടെ വെള്ളത്തിൽ നിന്നും തകർച്ചയുടെ കുഴിയിൽ നിന്നും യേശു കരം കൊടുത്ത് അവനെ പിടിച്ചു കയറ്റുവാനിടയായി. ഇത് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പാപിനിയായ ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവൾ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടു. യഹൂദന്മാരുടെ ചരിത്രപ്രകാരം വ്യഭിചാര കർമ്മത്തിൽ, ആ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ പിടിച്ചാൽ അവൾക്ക് മരണം നിശ്ചയമാണ്. ആ മരണം എന്ന് പറയുന്നത് വെറും മരണമല്ല, കല്ലുകൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്തണം. അതാണ് അക്കാലത്തിലെ ശിക്ഷാരീതി. അപ്പോൾ ഈ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ അവൾ കൊണ്ടുവരപ്പെട്ടു. അവളെ യേശുവിനെ പരീക്ഷിക്കുവാൻ പരീശന്മാരടക്കം ചോദിച്ചു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചു, ഇവളെ എന്ത് ചെയ്യണം? മോശയുടെ പ്രമാണം പറയുന്നത് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാനാണ്. നീ എന്തു പറയുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. അത് ഒരു കുടുക്ക് ചോദ്യമാണ്. കാരണം കല്ലെറിഞ്ഞു കൊല്ലാൻ വന്നാൽ മോശയുടെ പ്രമാണം തന്നെയാണ് യേശു അതിലൂടെ മോശയുടെ ആ പ്രമാണത്തെ സാധൂകരിക്കുന്ന ഒരു വിധിയായിരിക്കും പറയുന്നത്. കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ആ പ്രമാണത്തെ യേശു ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യേശുവിന് മനസ്സിലായി. യേശു ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. നിസ്സഹായതയോടെ നിൽക്കുന്ന ഒരു സ്ത്രീ. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ നടന്നു. അതെന്താണെന്നറിയാമോ?
വ്യഭിചാരം ആർക്കും ഒരാൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമല്ലല്ലോ വ്യഭിചാരം എന്ന് പറയുന്നത്, അഡൾട്ടറി എന്ന് പറയുന്നത്. ഈ സ്ത്രീയുടെ കൂടെ പിടിക്കപ്പെട്ട ഒരു മനുഷ്യനില്ലേ, അവനെവിടെ? ഒരു പുരുഷനില്ലേ, അദ്ദേഹം എവിടെ? അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ കല്ലെറിയാൻ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് രക്ഷപ്പെടുവാനുള്ള വഴി ഒരുക്കി കൊടുത്തു. ചോദിക്കാൻ ആരുമില്ലാത്ത, പറയാൻ ആരുമില്ലാത്ത സാധുവായ ഈ സ്ത്രീ ആ മനുഷ്യരുടെ കയ്യിൽ അകപ്പെട്ടു. ഇന്നും അത് തന്നെയല്ലേ? ആർക്ക് അവളോട് കരുണ തോന്നും? വ്യഭിചാരി എന്ന് മുദ്ര കുത്തിയ ആ സ്ത്രീയോട് ആർക്ക് ദയ തോന്നും? സമൂഹം അവളെ പുച്ഛത്തോടുകൂടി നോക്കുകയാണ്. ആ സ്ത്രീയുടെ നിസ്സഹായത യേശുവിന് മനസ്സിലായി. നാം വായിച്ചൊരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. അവിടെ പൂർണ്ണമാകുകയാണ്. യേശുവിന് ആ സ്ത്രീയോട് കരുണ തോന്നി. ആ സ്ത്രീയുടെ ബലഹീനതയിൽ യേശുവിന് സഹതാപം തോന്നി. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ, അല്ലെങ്കിൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത്, ആ നാടുകളിൽ ഒരുപക്ഷെ ആ സ്ത്രീയോട് കൂടെ വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ട സമൂഹത്തിലെ പല മാന്യന്മാരും ഈ കല്ലെറിയുന്ന കൂട്ടത്തിലുണ്ട്. എന്നാൽ യേശുവിൻ്റെ ആ വാക്ക് അവരുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. കല്ലുമായിട്ട് നിന്നവർ, പല മാന്യദേഹങ്ങളും ആ സ്ത്രീയെ നോക്കി. ഇന്നലകളുള്ള ഏതോ ദിനങ്ങളിൽ ആ സ്ത്രീയോട് ചേർന്ന് വ്യഭിചാരകർമ്മത്തിലേർപ്പെട്ട ആ മനുഷ്യരുടെ ഉള്ളം വിറച്ചു. യേശുവിൻ്റെ വാക്ക് അവരുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. അവർ കല്ലിട്ടേച്ചു പോയി. ബൈബിൾ പറയുന്നു, അവസാനം ആ സ്ത്രീയും യേശുവും തനിയെ ശേഷിച്ചു. മറ്റൊരിടത്ത് ഒരു 2 നില കെട്ടിടം വാർക്കാനുള്ള കല്ലും ശേഷിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവർക്ക് കല്ലെറിയുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശു അവളുടെ അടുക്കിലേക്ക് ചെന്നു. യേശു ചോദിച്ചു, നിനക്കവർ ശിക്ഷ വിധിച്ചില്ലേ? അവൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. യേശു അവളെ ജീവിതത്തിലേക്ക് കരം പിടിച്ചു കയറ്റുവാനിടയായി. പിൽക്കാലത്തിൽ ആ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ ശിക്ഷയായി തൻ്റെ ജീവിതം പ്രേക്ഷിത പ്രവർത്തനത്തിനു വേണ്ടി സമർപ്പിച്ചു എന്ന് തിരുവചനത്തിൽ അങ്ങോളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് പാപത്തിൻ്റെ ഏത് പടുകുഴിയിൽ നിങ്ങൾ പിടിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും, സമൂഹത്തിനും മക്കൾക്കും ചാർച്ചക്കാർക്കും നിങ്ങളൊരു തലവേദനയാണെങ്കിൽ, നിങ്ങളോട് ഒരു കരുണയില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ യേശുവിന് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു പുതുജീവിതം പാപത്തിൻ്റെ അഗാധമായ പിടിയിൽ നിന്നും യേശു നിങ്ങൾക്ക് നൽകുവാനിടയാകും. യേശുവിൻ്റെ കൂട്ടായ്മയുടെ കരം, വിശുദ്ധിയുടെ കരം, നേരിൻ്റെ കരം, പുതുജീവൻ്റെ കരം ഇന്ന് ഇത് കേൾക്കുന്ന സമയത്തും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ യേശു കരുണ തോന്നി ആ സ്ത്രീയെ യേശു പുതുജീവിതത്തിലേക്ക് പിടിച്ച് കയറ്റുവാൻ ഇടയായി. ഇത് യേശുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ഇത് ഇന്നും സംഭവിക്കുന്നുണ്ട്. സമൂഹം തള്ളിയവരെ, സമൂഹത്തിന് വേണ്ടാത്തവരെ യേശുക്രിസ്തു മുഖാന്തരം ഒരു വിടുതൽ, യേശുക്രിസ്തു മുഖാന്തരം പുതുജീവൻ. എത്രയോ കേസുകളിൽ പ്രതിയായിരുന്നവർ, എത്രയോ സമൂഹത്തിന് തലവേദന ഉണ്ടാക്കിയ ആളുകൾ, അവരെയൊക്കെ യേശു എന്ന ദിവ്യപ്രകാശം തൻ്റെ 1-ാം വരവിലൂടെ, താൻ നൽകപ്പെട്ട സന്ദേശത്തിലൂടെ ആരും സഹായിക്കുവാനില്ലാതിരുന്നപ്പോൾ ആ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് കരം പിടിച്ച് ഉയർത്തി തൻ്റെ മാറോട് ചേർത്ത് ജീവിതത്തിന് പുതിയ അർത്ഥങ്ങളും ജീവിതത്തിന് പുതിയ ഭാഷ്യങ്ങളും എഴുതി ചേർത്ത് അവരെ സമൂഹത്തിനും വീടിനും നാടിനും രാജ്യത്തിനും കൊള്ളാവുന്നവരാക്കി തീർത്ത
ഈ ചരിത്രം എത്ര സുന്ദരമാണ്, എത്ര ശ്രേഷ്ഠമാണ്. യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. യേശുവിൻ്റെ ഒന്നാം വരവിൻ്റെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു. ഇതാകുന്നു സുപ്രസാദ ദിവസം, ഇതാകുന്നു പ്രസാദ വർഷം, ഇതാകുന്നു കഴിയുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.